നമസ്കാരം. റിലീസ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ തലവര മാറുമെന്ന് പ്രധാനമന്ത്രി. ഇടത് വലതു മുന്നണികൾക്ക് വിമർശനം. കേരളത്തിന്റെ വികസന ശത്രുവാണ് LDF എന്നും കോൺഗ്രസ് മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസായി മാറിയെന്നും തലസ്ഥാന നഗരിയിലെ പൊതുസമ്മേളനത്തിൽ നരേന്ദ്രമോദി. ശബരിമല സ്വർണം കട്ടവരെ ജയിലിൽ അടയ്ക്കുമെന്നും മോദിയുടെ ഗ്യാരണ്ടി. BJPയുടെ അജണ്ട വർഗീയത മാത്രമെന്ന് കോൺഗ്രസ്. അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് അടക്കം വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി. സ്ഥാനാർത്ഥി നിർണയം പരാതികളില്ലാതെ പൂർത്തിയാക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശം. MP-മാർ മത്സരിക്കേണ്ടെന്ന ധാരണ. തെരഞ്ഞെടുപ്പ് സമിതി ചൊവ്വാഴ്ച. സംസ്ഥാന നേതാക്കൾ ഹൈക്കമാൻഡിനെ കണ്ടു. ഇന്ത്യയിൽ ചേർന്നതിന് പിന്നാലെ 2020-ൽ ഭിന്നത. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. ഉമ്മൻചാണ്ടിക്കെതിരായ ഗണേഷ് കുമാറിന്റെ പരാമർശത്തിൽ വിവാദത്തിനില്ലെന്ന് ചാണ്ടി ഉമ്മൻ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും ഒന്നിച്ചുള്ള കൂടുതൽ ചിത്രങ്ങൾ പുറത്ത്. മോശക്കാരനാക്കാനുള്ള ശ്രമം വിലപ്പോകില്ലെന്ന് അടൂർ പ്രകാശ്. ജാമ്യം ലഭിച്ച മുരാരി ബാബു പുറത്തിറങ്ങി. ജയിൽ മോചിതനായത് റിമാൻഡ് കാലാവധി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ തന്ത്രിയുടെ റിമാൻഡ് കാലാവധി നീട്ടി. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറിയ അമേരിക്ക. അവസാനിപ്പിച്ചത് 80 വർഷം നീണ്ടുനിന്ന ബന്ധം. ലോക സമാധാനത്തിനായി ട്രംപ് സ്ഥാപിച്ച ബോർഡ് ഓഫ് പീസിൽ ഒപ്പുവയ്ക്കാതെ ഇന്ത്യയും ചൈനയും. ഇതുവരെ ഒപ്പുവെച്ചത് പാകിസ്ഥാനും സൗദിയും അടക്കം 19 രാജ്യങ്ങൾ. സൗദിയിൽ വിദേശികൾക്ക് റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശം നൽകുന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ. പ്രവാസികൾക്കും വിദേശത്തുള്ള വ്യക്തികൾക്കും കമ്പനികൾക്കും വ്യവസ്ഥകളോടെ വസ്തുവകകൾ വാങ്ങാം. സൗദിക്ക് പുറത്തുള്ളവർക്ക് ഡിജിറ്റൽ ഐഡന്റിറ്റി കാർഡ് നിർബന്ധം. മാറാത്തത് മാറുമെന്ന് പ്രവചിച്ച് BJPയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തുടക്കമാകുന്നു. കേരളത്തിൻ്റെ തലവര മാറുന്ന തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നതെന്നും മാറാത്തത് ഇനിയും മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇടത് വലത് മുന്നണികളെ കടന്നാക്രമിച്ച പ്രധാനമന്ത്രി വ്യക്തമായ രാഷ്ട്രീയമാണ് പറഞ്ഞിരിക്കുന്നത്. BJP അധികാരത്തിൽ വന്നാൽ സ്വർണ്ണക്കൊള്ള നടത്തിയ മുഴുവൻ പ്രതികളെയും ജയിലിൽ അടയ്ക്കുമെന്നതാണ് മോദിയുടെ ഗ്യാരണ്ടിയെന്ന് ആവർത്തിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസായി മാറിയെന്നും മോദി വിമർശിച്ചു. തലസ്ഥാന നഗരിയിലെ പൊതുസമ്മേളനത്തിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു നരേന്ദ്രമോദി. തലസ്ഥാന കോർപ്പറേഷനിൽ മിന്നുന്ന വിജയം നേടി ഭരണത്തിലേറിയതിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൂടുതൽ ഊർജ്ജം നൽകുകയാണ് BJPക്ക്. പുത്തരിക്കണ്ടം മൈതാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി കേരളത്തെ രക്ഷിക്കാൻ BJPക്ക് മാത്രമേ കഴിയൂ എന്ന് അവകാശപ്പെട്ടു. विकसित तिरुवनंतपुरम के विजन पर काम करना शुरू कर दिया है. मैं तिरुवनंतपुरम की जनता से कहूंगा, आप विश्वास रखिए, मारातद इनी मारूम. जो अब तक नहीं बदला वो अब बदलेगा. तिरुवनंतपुरम पूरे देश के लिए एक मॉडल सिटी बनेगा. ശബരിമല സ്വർണ്ണക്കൊള്ളയും സഹകരണ ബാങ്ക് തട്ടിപ്പും ചൂണ്ടിക്കാട്ടി ഇടതു വലതു മുന്നണികളെ കടന്നാക്രമിച്ചു. BJP അധികാരത്തിൽ വരികയാണെങ്കിൽ സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഴുവൻ പ്രതികളെയും ജയിലിലിടുമെന്നും പ്രഖ്യാപനം. यहाँ BJP सरकार बनते ही आरोपों की पूरी जांच होगी और दोषियों की जगह जेल में होगी. और ये मोदी की गारंटी है. കോൺഗ്രസിന് നേരെയും കടുത്ത വിമർശനം. മുസ്ലിം ലീഗ് മാവോവാദി കോൺഗ്രസായി കേരളത്തിലെ കോൺഗ്രസ് മാറിയെന്ന മോദി. कांग्रेस आज माओवादियों से ज्यादा कम्युनिस्ट और मुस्लिम लीग से भी ज्यादा कम्युनल हो गई है. इसलिए देश में आज कांग्रेस को MMC यानी मुस्लिम लीगी माओवादी कांग्रेस कहा जा रहा है. തലസ്ഥാന കോർപ്പറേഷനിൽ ചരിത്രം തിരുത്തിയ വിജയാവേശം അണികളിലെത്തിക്കാൻ
മേയർ വി രാജേഷിനെ സ്നേഹാശ്ലേഷത്തോടെ ചേർത്ത് നിർത്തുകയായിരുന്നു നരേന്ദ്രമോദി. बोलो भारत माता की, 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 बोलो भारत माता की. NDAയിൽ ഘടകകക്ഷിയായി എത്തിയ 2020 ചെയർമാൻ സാബു ജേക്കബും പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. UDF-നും കോൺഗ്രസിനും ലീഗിനുമെതിരെ ആഞ്ഞടിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ചത്. UDF-ന്റെ മതേതര കാഴ്ചപ്പാടിന് മോദിയുടെ സർട്ടിഫിക്കറ്റ് വേണ്ട എന്നും മഹാരഥന്മാർ ഇരുന്ന പ്രധാനമന്ത്രി കസേരയിലിരുന്ന് പച്ചയ്ക്ക് വർഗീയത പറയുകയാണെന്നും VD ആരോപിച്ചു. NDA for the coming election, let him campaign, let him visit Kerala, no problem. But I think NDA doesn't have any role in the election. They have a vote share, very small vote share, compared with the LDF and UDF. They cannot make any changes. They have not received a single seat in the last assembly election. That will be repeated in the coming assembly election also. They won't get a single seat. That is. വർഗീയത സംസാരിക്കാനാണ് മോദി കേരളത്തിലെത്തിയതെന്ന് KC വേണുഗോപാലും തുറന്നടിച്ചു. കേരളത്തിലെ ചരിത്രം ആദ്യം പ്രധാനമന്ത്രി പഠിക്കണം, മുസ്ലിം ലീഗിന്റെ ചരിത്രവും മോദി പഠിക്കണമെന്നും KC പ്രതികരിച്ചു. തലസ്ഥാന നഗരിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശോജ്വല സ്വീകരണം. 3 അമൃത് ഭാരത് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് അടക്കം വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിച്ചു. വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്നാണ് സ്വീകരിച്ചത്. രാവിലെ 10:30 തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഗവർണർ രാജേന്ദ്ര അർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ചേർന്നാണ് സ്വീകരിച്ചത്. റോഡ് ഷോയിലൂടെയാണ് വിമാനത്താവളത്തിൽ നിന്ന് പുത്തിരിക്കണ്ടം മൈതാനത്തെ വേദിയിലേക്ക് പ്രധാനമന്ത്രി എത്തിയത്. തലസ്ഥാന നഗരിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആവേശത്തോടെയാണ് ജനങ്ങളും പ്രവർത്തകരും സ്വീകരിച്ചത്. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും ഒരു മുഹൂർത്തമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വികസിത കേരളത്തിലേക്ക് വേണ്ടിയുള്ള കരുത്തുറ്റ ചുവടുവെപ്പിൻ്റെ ദിനമായിട്ട് ഈ ദിനം ചിത്രീകരിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഇവിടെ വരുമ്പോൾ നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയതാണ്. ഇപ്പോൾ ഞാനിവിടെ വന്ന് കാണാനുള്ളൊരു ഭാഗ്യം ഇപ്പോൾ ഉണ്ടാകുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതിൽ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റി. അവിടെ അകത്ത് കയറാൻ പറ്റാഞ്ഞതിൻ്റെ ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് തൊട്ടടുത്ത് കണ്ടു, മനസ്സ് നിറഞ്ഞു. ഇതുപോലൊരു ലോക നേതാവിൻ്റെ ഈ മണ്ണിൽ ജീവിക്കാൻ സാധിച്ചത് തന്നെ മഹാഭാഗ്യമായിട്ട് കരുതുന്നു. തിരുവനന്തപുരം താമ്പരം, തിരുവനന്തപുരം ഹൈദരാബാദ്, നാഗർകോവിൽ മംഗളൂരു അമൃത് ഭാരത് ട്രെയിനുകൾ, ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ എന്നിവയുടെ ഫ്ളാഗ് ഓഫും പ്രധാനമന്ത്രി നിർവഹിച്ചു. PM സ്വനിധി ക്രെഡിറ്റ് കാർഡിന്റെ ഉദ്ഘാടനവും 1 ലക്ഷം ഗുണഭോക്താക്കൾക്ക് PM സ്വനിധി വായ്പകളുടെ വിതരണവും പ്രധാനമന്ത്രി നിർവഹിച്ചു. തിരുവനന്തപുരത്തെ ഇന്നൊവേഷൻ ടെക്നോളജി ആൻഡ് എന്റർപ്രണർഷിപ്പ് ഹബിന്റെ ശിലാസ്ഥാപനവും മോദി നടത്തി. കേരളത്തിന്റെ വികസനത്തിന് ഇന്നു മുതൽ പുതിയ ദിശാബോധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. തിരുവനന്തപുരത്തെ സ്റ്റാർട്ടപ്പ് ഹബ്ബാക്കാനുള്ള നടപടികൾക്ക് വേഗം കൂടി. വികസിത ഭാരതത്തിനായി രാജ്യം മുഴുവൻ ശ്രമിക്കുകയാണെന്നും മോദി കൂട്ടിച്ചേർത്തു. तिरुवनंतपुरम नगर निगम में आपने बीजेपी को सेवा करने का अवसर दिया. इसकी गूंज केरल में ही नहीं बल्कि पूरे देश में सुनाई दे रही है. ये गुड गवर्नेंस के लिए काम करने वाली पार्टी की जीत है. ये जीत विकसित केरला बनाने के संकल्प की जीत है. और ये जीत LDF और UDF के करप्शन से केरला को मुक्त करने के कमिटमेंट की जीत है. ഉച്ചയ്ക്ക് 1:30 പ്രധാനമന്ത്രി ചെന്നൈയിലേക്ക് തിരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് നടത്തിയതിനു പിന്നാലെ തൃശൂരിൽ നടന്ന പരിപാടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് അമൃത് ഭാരത് പാസഞ്ചർ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചതിന് തൊട്ടു പിന്നാലെയാണ് തൃശൂരിൽ പാസഞ്ചർ ട്രെയിനിന്റെ ആദ്യ സർവീസ് നടന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുതിയ ട്രെയിൻ തൃശൂരിലെ ജനങ്ങൾക്ക് ഏറെ ഗുണകരമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ സർവീസ് സുഖകരമായ യാത്രയ്ക്കൊപ്പം തീർത്ഥാടന വിനോദസഞ്ചാരത്തിന് മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ സ്പിരിച്വൽ ടൂറിസം അതുപോലെയുള്ള അത് ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രമല്ല, എല്ലാ മത സ്ഥാപനങ്ങളിലേക്കുമുള്ള യാനം അത് സൗകര്യപ്പെടുത്തുന്ന തരത്തിൽ വളരെ അനിവാര്യമായ ജനങ്ങളുടെ അവകാശം ഇന്ന് ഒരുപക്ഷെ സ്ഥാപിക്കപ്പെടുന്നു എന്ന് തന്നെയാണ് ഈ റെയിൽ സേവന സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. തൃശൂർ ഗുരുവായൂർ പാസഞ്ചർ വൈകുന്നേരം 6:10 ഗുരുവായൂരിൽ നിന്നും പുറപ്പെട്ട 6:50 തൃശൂരിലെത്തും. തിരിച്ച് തൃശൂരിൽ നിന്നും രാത്രി 8:10 പുറപ്പെടുന്ന വണ്ടി 8:45 തിരിച്ച് ഗുരുവായൂരിലെത്തുന്ന രീതിയിലാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തൃശൂർ ഗുരുവായൂർ റൂട്ടിൽ പാസഞ്ചർ ട്രെയിൻ അനുവദിക്കണമെന്ന യാത്രക്കാർ ഏറെ നാളായി ആവശ്യപ്പെടുന്ന ഒന്നായിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് പുതിയ പാസഞ്ചർ ട്രെയിൻ അനുവദിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തൃശൂർ. BJP ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നായിരുന്നു BJPയുടെ അവകാശവാദം. എന്നാൽ അത് ഉണ്ടായില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ മേയർ വി രാജേഷ് ഇല്ലാതിരുന്നതിൽ വിവാദം. വി രാജേഷിനെ ഒഴിവാക്കിയത് എന്തെന്നാണ് CPM ചോദിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സ്വീകരണത്തിൽ നിന്ന് മേയറെ ഒഴിവാക്കിയത് ശരിയായില്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. തിരുവനന്തപുരം നഗരസഭ മേയറെ സ്വീകരണ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങളോട് കാണിച്ച ഒരു നിന്ദയാണെന്ന് കണക്കാക്കാൻ കഴിയുന്ന നിലയിലുള്ള നടപടിയാണ് ആ ഒഴിവാക്കൽ നടപടി. സാധാരണഗതിയിൽ ഞാൻ 5 വർഷക്കാലം മേയറായിരുന്ന ആളാണ്. 5 വർഷക്കാലം പ്രധാനമന്ത്രിയും അങ്ങനെയുള്ള ദേശീയ നേതാക്കന്മാരെല്ലാം ധാരാളം വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ എയർപോർട്ടിൽ ലൈനപ്പ് ചെയ്യുമ്പോൾ 3ാമത് നിർത്തുന്ന രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. ഗവർണർ, മുഖ്യമന്ത്രി, മേയർ എന്നുള്ള നിലയിലാണ് അതിൻ്റെ ലൈനപ്പ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചാൽ ഔദ്യോഗികമായിട്ടുള്ള വസ്ത്രമണിഞ്ഞ് മേയർ പ്രധാനമന്ത്രി വിമാനത്താവളത്തിൽ സ്വീകരിക്കുമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കാലത്ത് അവർ വ്യാപകമായി പ്രചരിപ്പിച്ചത്. ഹൈക്കമാൻഡുമായി സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾ ചർച്ച നടത്തി. സ്ഥാനാർത്ഥി നിർണയം പരാതികളില്ലാതെ പൂർത്തിയാക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചു. MP-മാർ മത്സരിക്കേണ്ട എന്ന് ധാരണയായതാണ് സൂചന. തുടർ തീരുമാനങ്ങൾക്കായി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി ചൊവ്വാഴ്ച ചേരും. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ UDF-ലേക്ക് തിരികെ എത്തിക്കണമെന്ന് രാഹുൽ ഗാന്ധി നേതാക്കൾക്ക് നിർദ്ദേശം നൽകി. അതേസമയം ഡൽഹി യോഗത്തിൽ നിന്നും ശശി തരൂർ വിട്ടുനിന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനാണ് ഹൈക്കമാൻഡ് സംസ്ഥാനത്തെ നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിച്ചത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ വച്ചായിരുന്നു ഹൈക്കമാൻഡുമായി നേതാക്കളുടെ കൂടിക്കാഴ്ച. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന് ഹൈക്കമാൻഡ് കർശന നിർദ്ദേശം നൽകി. അനൈക്യത്തിന്റെ സ്വരം പുറത്തുവരുന്നത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് നേതൃത്വം ഓർമ്മിപ്പിച്ചു. സ്ഥാനാർത്ഥി നിർണയവും പ്രചാരണ തന്ത്രങ്ങളും സംബന്ധിച്ച പ്രാഥമിക ചർച്ചകളും ഡൽഹിയിൽ നടന്നു. പ്രശ്നരഹിതമായി സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും പൂർത്തിയാക്കണമെന്ന് ഹൈക്കമാൻഡ് നേതാക്കളോട് നിർദ്ദേശിച്ചു. केरला के आने वाले जो चुनाव के बारे में विस्तार में चर्चा की, कैसे आगे जाएगा, कैसे हमारे जो गठबंधन है उधर गठबंधन का सीट शेयरिंग के बारे में भी बात हुआ है. ഘടകകക്ഷികളുമായുള്ള ചർച്ചയുടെ പുരോഗതി നേതാക്കൾ ഹൈക്കമാൻഡിനെയും അറിയിച്ചു. MP-മാർ മത്സരിക്കേണ്ട എന്നാണ് നിലവിലെ ധാരണ. ഭൂരിപക്ഷം സിറ്റിംഗ് MLA-മാരും മത്സരിക്കും. കേരളത്തിൽ ചൊവ്വാഴ്ച ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതിയിൽ തുടർ ചർച്ചകൾ നടത്താനും തീരുമാനമായി. KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഹൈക്കമാൻഡുമായി ചർച്ച നടത്തിയത്. അതേസമയം ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയിൽ ശശി തരൂർ പങ്കെടുത്തില്ല. ന്യൂസ് ഡെസ്ക്, അമൃത TV. ക്രൈസ്തവ സഭാ നേതൃത്വങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നീക്കം. സഭാധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തിയും ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തുമാണ് ഇടതുമുന്നണിയിൽ തുടരുന്ന ജോസ് കെ മാണി സഭയുമായി കൂടുതൽ അടുക്കുന്നത്. കേരള കോൺഗ്രസിനെ UDF-ലെത്തിക്കാൻ സഭാ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നും കനത്ത സമ്മർദ്ദം ഉണ്ടായിരുന്നുവെന്ന വാദങ്ങൾക്കാണ് ഇതോടെ ശക്തി കുറയുന്നത്.
കാഞ്ഞിരപ്പള്ളിയിൽ 2 ആർച്ച് ബിഷപ്പുമാരും 2 ബിഷപ്പുമാരും പങ്കെടുത്ത വേദിയിലാണ് ഇൻഫാം രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ വീർ കിസാൻ ഭൂമിപത്ര അവാർഡ് ദാന ചടങ്ങ് ജോസ് കെ മാണി MP ഉദ്ഘാടനം ചെയ്തത്. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, തിരുവല്ല ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂർലോസ് മെത്രാപ്പോലിത്ത, കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മാർ ജോസ് പുളിക്കൽ, മുൻ ബിഷപ്പ് മാർ മാത്യു അറയ്ക്കൽ എന്നിവരായിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത ബിഷപ്പുമാർ. ഇൻഫാം രജത ജൂബിലി സമാപന ആഘോഷങ്ങളുടെ ഭാഗമായി 75 വയസ്സ് കഴിഞ്ഞ് 921 കർഷകരെ വീർ കിസാൻ ഭൂമിപത്ര പുരസ്കാരം നൽകി ആദരിക്കുന്നതായിരുന്നു ചടങ്ങ്. ഏരിയ കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കുവാനും വികസനം നടത്തുവാനും ഒരു തരത്തിൽ കൃഷി ചെയ്യുവാനുമായിട്ടുള്ള സ്ഥലം 30.6% മാത്രമേ ഉള്ളൂ. ഈ കൊച്ചു കേരളത്തിലാണ് നമ്മൾ 54% വൃക്ഷാവരണം അല്ലെങ്കിൽ ഫോറസ്റ്റ് കവർ വനാവരണം ഉള്ളത് എന്ന് പറയുമ്പോൾ, ഇനി ഈ കേന്ദ്രം പറയുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ ലോകരാഷ്ട്രങ്ങൾ പറയുന്നത് പോലെ തന്നെ ഈ കൊച്ചു കേരളത്തിൽ 1 ഇഞ്ച് ഭൂമി പോലും ഇനി വനം വർദ്ധിപ്പിക്കേണ്ട കാര്യമില്ല. 18-ന് കോട്ടയം ചിങ്ങവനത്ത് മലങ്കര സുറിയാനി നാനായ സമുദായ മഹാസംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി VN വാസവനുമൊപ്പം ജോസ് കെ മാണി പങ്കെടുത്തിരുന്നു. വ്യാഴാഴ്ച കൊച്ചി രൂപത ആസ്ഥാനത്ത് ബിഷപ്പ് ഡോക്ടർ ആന്റണി കാട്ടിപ്പറമ്പിലുമായി ജോസ് കെ മാണി കൂടിക്കാഴ്ചയും നടത്തി. ഭിന്നശേഷി അധ്യാപക നിയമനം, ഭൂപതിവ് ചട്ട ഭേദഗതി, വന്യജീവി ആക്രമണം, വനാതിർത്തികളിലെ ബഫർ സോൺ, മുനമ്പം തുടങ്ങി ക്രൈസ്തവ സഭകൾ ഉയർത്തിയ വിവിധ വിഷയങ്ങളിൽ നടത്തിയ ഇടപെടലാണ് ഇടതുപക്ഷത്ത് തുടരുമ്പോഴും ജോസ് കെ മാണിയെ സഭകളുടെ വേദികളിൽ സ്ഥിരം ക്ഷണിതാവാക്കി മാറ്റുന്നതെന്നാണ് വിലയിരുത്തൽ. ജോസ് കെ മാണി നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് എമ്മിനെ UDFിലെത്തിക്കാൻ സഭാ നേതൃത്വങ്ങളുടെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ നടക്കുന്നതായി മുൻപ് പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇടതുമുന്നണിയിൽ തന്നെ തുടരുമെന്ന കേരള കോൺഗ്രസിൻ്റെ പ്രഖ്യാപനത്തിന് ശേഷവും സഭകളുടെ അപ്രീതി ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് തുടർന്നുള്ള ദിവസങ്ങളിലെ പരിപാടികളെന്നാണ് കേരള കോൺഗ്രസ് എം ചൂണ്ടിക്കാട്ടുന്നത്. അമൃത ന്യൂസ്, കോട്ടയം. സൗദി അറേബ്യയിൽ വിദേശികൾക്ക് റിയൽ എസ്റ്റേറ്റ് ഉടമസ്ഥാവകാശം നൽകുന്ന പുതിയ നിയമം ജനുവരി 22 മുതൽ പ്രാബല്യത്തിൽ വന്നു. റിയൽ എസ്റ്റേറ്റ് ജനറൽ അതോറിറ്റിയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. രാജ്യത്തെ താമസക്കാരായ പ്രവാസികൾക്കും വിദേശത്തുള്ള വ്യക്തികൾക്കും കമ്പനികൾക്കും നിശ്ചിത വ്യവസ്ഥകളോടെ ഇനി സൗദിയിൽ സ്വന്തമായി വസ്തുവകകൾ വാങ്ങാം. ഇതിനായിട്ടുള്ള അപേക്ഷകൾ സൗദി പ്രോപ്പർട്ടീസ് എന്ന ഔദ്യോഗിക ഡിജിറ്റൽ പോർട്ടൽ വഴിയാണ് സമർപ്പിക്കേണ്ടത്. താമസക്കാരായ പ്രവാസികൾക്ക് ഇക്കാമ നമ്പർ ഉപയോഗിച്ച് പോർട്ടലിലൂടെ നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ്. സൗദിക്ക് പുറത്തുള്ളവർ എംബസികളിൽ നിന്ന് ഡിജിറ്റൽ ഐഡന്റിറ്റി കാർഡ് കരസ്ഥമാക്കിയ ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. കുവൈറ്റ് പൗരന്മാരുടെ വിദേശ പൗരത്വമുള്ള ഭാര്യമാർക്ക് ഇനി മുതൽ റെസിഡൻസി നിയമം ബാധകമായിരിക്കില്ല. വിദേശികളുടെ താമസ നിയമത്തിലെ രാജ്യത്തിന് പുറത്ത് 6 മാസം കഴിയുന്നതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ 37 ഇവർക്ക് ബാധിക്കില്ല. എന്നാൽ ഈ ഇളവ് സ്വമേധയാ നിയമസ്ഥിതി തിരുത്തി മുൻ പൗരത്വത്തിലേക്ക് മടങ്ങിയ ഭാര്യമാർക്ക് മാത്രമേ ബാധകമാകൂ. റിപ്പോർട്ട് അനുസരിച്ച് ഭർത്താവിൻ്റെ കുവൈറ്റ് പൗരത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക നിയമ പദവി ഉള്ളവരായാണ് ഇവരെ കണക്കാക്കുന്നത്. അതിനാൽ ഇവർക്ക് 5 വർഷം കാലാവധിയുള്ള സിവിൽ ID-കൾ നൽകുകയും സാധാരണ റെസിഡൻസി പെർമിറ്റുകൾ ബാധകമാകാതിരിക്കുകയും ചെയ്യും. ദുബായ് അൽക്കൂസ് ക്രിയേറ്റീവ് സോണിലെ അടിസ്ഥാന സൗകര്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. വളരെ വേഗം വളരുന്ന സാംസ്കാരിക മേഖലയായ അൽക്കൂസ് ക്രിയേറ്റീവ് സോണിലേക്കുള്ള റോഡുകളുടെയും കാൽനടക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കുമുള്ള പ്രത്യേക പാതകളുടെയും നിർമ്മാണമാണ് പൂർത്തിയാക്കിയത്. വാഹനഗതാഗതം പൂർണ്ണമായും നിരോധിച്ചുകൊണ്ട് കാൽനട, സൈക്കിൾ യാത്രക്കാർക്ക് മുൻഗണന നൽകും വിധമുള്ള സൗകര്യങ്ങളാണ് അൽക്കൂസ് ക്രിയേറ്റീവ് സോണിൽ ഒരുക്കിയിരിക്കുന്നത്. പൊതു ഇടങ്ങളും വിശ്രമ സ്ഥലങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദുബായിയുടെ 20 മിനിറ്റ് സിറ്റി എന്ന ആശയത്തെ മുൻനിർത്തിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. കലാപരിപാടികൾ, സാംസ്കാരിക പരിപാടികൾ, കമ്മ്യൂണിറ്റി ഇവന്റുകൾ എന്നിവയ്ക്ക് ഇനി മുതൽ അൽക്കൂസ് ക്രിയേറ്റീവ് സോൺ വേദിയാകും. ജനുവരി 24-25 തീയതികളിൽ നടക്കുന്ന അൽക്കൂസ് ആർട്സ് ഫെസ്റ്റിവലാണ് ഇവയിൽ ആദ്യത്തേത്. ഓൺ പാസീവ് മെട്രോ സ്റ്റേഷൻ, അൽക്കൂസ് ബസ് സ്റ്റേഷൻ എന്നിവയുമായി അൽക്കൂസ് ക്രിയേറ്റീവ് സോണിനെ ബന്ധിപ്പിക്കുന്ന 4 കിലോമീറ്ററിലേറെ ദൈർഘ്യമുള്ള സൈക്കിൾ പാത, നടപ്പാത എന്നിവയും പൂർത്തിയാക്കിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. റിയാദിലെ ദവാത്മിയിൽ കൺസ്ട്രക്ഷൻ ജോലിക്കിടെ മതിലിടിഞ്ഞു വീണ് 2 ഇന്ത്യക്കാർ മരണപ്പെട്ടു. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി മാരുതുരൈ മൂർത്തി, പശ്ചിമ ബംഗാൾ കൊൽക്കത്ത സ്വദേശി സീനുൽ ഹഖ് എന്നിവരാണ് മരണപ്പെട്ടത്. അൽ ഷർഹാൻ കൺസ്ട്രക്ഷൻ കമ്പനി ജീവനക്കാരായ 2 പേരും 2 മാസം മുമ്പാണ് കമ്പനി വിസയിൽ ഇന്ത്യയിൽ നിന്ന് എത്തിയത്. വ്യക്തികളെ അപമാനിക്കുന്നതോ അന്തസ്സിനെ ഹനിക്കുന്നതോ ആയ കണ്ടന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് കടുത്ത നിയമലംഘനമാണെന്ന് ദുബായ് പോലീസ്. 2021 ഫെഡറൽ നിയമം
34 പ്രകാരം തടവും 2.5 ലക്ഷം ദിർഹം മുതൽ 5 ലക്ഷം ദിർഹം വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് ഇത്. ദുബായ് പോലീസിന്റെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ വരുന്ന സൈബർ ക്രൈം ആൻഡ് ഇ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റാണ് സമൂഹ മാധ്യമങ്ങളിലെ ഇടപെടലുകൾ കരുതലോടെ വേണമെന്ന് ഓർമ്മിപ്പിച്ചത്. വ്യക്തികളെ അപമാനിക്കുകയും വിധമുള്ള പോസ്റ്റുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ദുബായ് പോലീസിന്റെ ഈ ക്രൈം പ്ലാറ്റ്ഫോം വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ പരാതികൾ അറിയിക്കാം. അബുദാബിയിലെ ടോൾ സംവിധാനമായ ദർബിൻ്റെ പേരിലും പണം തട്ടിയെടുക്കാൻ ശ്രമം. അക്കൗണ്ടിൽ മതിയായ ബാലൻസ് ഇല്ലാത്തതിനാൽ 100 ദിർഹം പിഴയടയ്ക്കണമെന്നാവശ്യപ്പെട്ടാണ് പലർക്കും സന്ദേശങ്ങൾ ലഭിക്കുന്നത്. വിദേശ നമ്പറുകളിൽ നിന്നടക്കം ഇത്തരം സന്ദേശങ്ങൾ ലഭിച്ചവരാണ് അധികൃതരെ വിവരമറിയിച്ചത്. നേരിട്ട് പിഴയടയ്ക്കാൻ സാധിക്കില്ലെന്നും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പിഴയടയ്ക്കണമെന്നുമാണ് സന്ദേശത്തിലുള്ളത്. ഇത്തരം സന്ദേശങ്ങളോട് പ്രതികരിക്കരുതെന്നും ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. കുവൈറ്റിലെ വിപണിയിൽ ഉള്ളതിനേക്കാൾ കുറഞ്ഞ വിലയിൽ 9 ഐഫോൺ പ്രോ മാക്സ് ഫോണുകളും ആപ്പിൾ വാച്ചും ഹെഡ്ഫോണുകളും നൽകാമെന്ന് വാഗ്ദാനം നൽകി ഇന്ത്യൻ പ്രവാസിയെ വഞ്ചിച്ച കേസിൽ ഈജിപ്ഷ്യൻ പൗരൻ നാടുവിട്ടതായി കുവൈറ്റ് പോലീസ് അറിയിച്ചു. ഏകദേശം 10 ലക്ഷം രൂപയുടെ ഇടപാടാണ് നടന്നത്. യാതൊരു ഉറപ്പുമില്ലാതെ വിശ്വാസത്തിൻ്റെ പേരിലാണ് കച്ചവടം നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. ഇന്ത്യയിലെ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ സെൻറ്ററിലെ മദ്രസ വിദ്യാർത്ഥികളുടെ 2025-26 വർഷത്തെ സ്പോർട്സ് മത്സരങ്ങൾ അഫ്സാനിലെ അൽസഫ ടർഫിൽ വച്ച് സംഘടിപ്പിച്ചു. ചടങ്ങ് ഇന്ത്യൻ ഫുട്ബോൾ താരം VP സുഹൈർ ഉദ്ഘാടനം ചെയ്തു. വനിതാ KMCC ജിദ്ദ ജനറൽ സെക്രട്ടറി ഷമീല മൂസ പെൺകുട്ടികളുടെ മാർച്ച് പാസ്റ്റിന് സല്യൂട്ട് സ്വീകരിച്ചു. ജൂനിയർ, സീനിയർ, സൂപ്പർ സീനിയർ, കിഡ്സ് എന്നിങ്ങനെ വ്യത്യസ്ത കാറ്റഗറികളിലായിട്ടാണ് മത്സരം അരങ്ങേറിയത്. 4 ഹൗസുകളിലായി തിരിച്ചു നടന്ന സ്പോർട്സ് മീറ്റിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ റെഡ് ഹൗസ് 1-ാം സ്ഥാനവും ഗ്രീൻ ഹൗസ് 2-ാം സ്ഥാനവും ബ്ലൂ ഹൗസ് 3-ാം സ്ഥാനവും നേടിയപ്പോൾ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ യെല്ലോ ഹൗസ്, ബ്ലൂ ഹൗസ്, റെഡ് ഹൗസ് എന്നീ ടീമുകൾ യഥാക്രമം ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നീ സ്ഥാനങ്ങൾക്ക് അർഹരായി. ഇനി മറ്റു വാർത്തകൾ കൂടി നോക്കാം. സാബു എം ജേക്കബിൻ്റെ നേതൃത്വത്തിൽ 2020 NDAയിൽ ചേർന്നതിന് പിന്നാലെ പാർട്ടിയിൽ ഭിന്നത തുടങ്ങി. ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു. കൂടുതൽ നേതാക്കളും പ്രവർത്തകരും വരും ദിവസങ്ങളിൽ കോൺഗ്രസിലേക്ക് എത്തുമെന്ന് മുൻ MLA VP സജീന്ദ്രൻ പ്രതികരിച്ചു. വികസന കാഴ്ചപ്പാടിന്റെ ഭാഗമായി NDAയ്ക്കൊപ്പം ചേർന്നുവന്ന സാബു എം ജേക്കബിന്റെ വാദം തള്ളിക്കൊണ്ടാണ് പാർട്ടിയിൽ കൊഴിഞ്ഞുപോക്ക് തുടങ്ങിയിരിക്കുന്നത്. വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന റസീന പരീദ് ഉൾപ്പെടെയുള്ളവരാണ് കോൺഗ്രസിൽ ചേർന്നത്. ഏകപക്ഷീയമായ തീരുമാനമാണ് സാബു എം ജേക്കബ് കൈക്കൊണ്ടതെന്നും പ്രവർത്തകരുടെയും നേതാക്കളുടെയും വികാരം മാനിച്ചില്ലെന്നും റസീന പറഞ്ഞു. റോയൽറ്റി കാർഡിന്റെ പേരിൽ ജാതി സർവേ നടത്തിയെന്നും BJPയിലേക്കുള്ള റിക്രൂട്ട്മെന്റാണ് നടന്നതെന്നും പാർട്ടി വിട്ടവർ കുറ്റപ്പെടുത്തി. ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികൾ ഒരിക്കലും ഇത് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല 2020 BJP ബന്ധം. ആദ്യകാലങ്ങളിൽ ഇതുപോലൊരു ബന്ധത്തിനെ കുറിച്ചൊരു സൂചനയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയെങ്കിൽ പോലും ഇത് നമുക്കൊരു തെളിയിക്കപ്പെടാത്ത അസംഷനായിട്ട് മാത്രം ഞങ്ങൾക്ക് ഒതുങ്ങി നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞങ്ങൾ അന്ന് അതിൽ നിന്നും പിൻവലിഞ്ഞ് നിൽക്കാതിരുന്നത്. ഇപ്പോൾ നമുക്കത് ലൈവായിട്ട് കാണാൻ പറ്റി. ആ രീതിയിൽ ഞങ്ങൾക്കിത് തുടരാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ 2020 പാർട്ടിയിൽ നിന്നും രാജിവെച്ചിട്ട് ഞങ്ങൾ ജനാധിപത്യ സംവിധാനത്തിലേക്ക് ഇറങ്ങി വന്നത്. സാബു എം ജേക്കബിന്റെ പാർട്ടിയുടെ തകർച്ചയുടെ തുടക്കമാണിതെന്ന് കുന്നത്തുനാട് മുൻ MLA VP സജീന്ദ്രൻ പറഞ്ഞു. കൂടുതൽ നേതാക്കളും പ്രവർത്തകരും വരും ദിവസങ്ങളിൽ കോൺഗ്രസിനൊപ്പം ചേരും. പഞ്ചായത്ത് മെമ്പർമാർ കൂടുതലും സ്ത്രീകളായിട്ട് വിജയിച്ചവരാണ്. അവർക്ക് ചില കൂടിയാലോചനകൾ വേണ്ടി വരും. വീട്ടിലെ സമ്മതം, അതേപോലെ തന്നെ വോട്ട് ചെയ്ത ആളുകളുടെ സമ്മതം, അങ്ങനെയുള്ള ആലോചനകൾക്ക് ശേഷം തീർച്ചയായും കോൺഗ്രസിലേക്ക് UDFിലേക്ക് വരാമെന്നാണ് പലരും അറിയിച്ചിട്ടുള്ളത്. ഇത് സാബു എം ജേക്കബിന്റെ പാർട്ടിയുടെ അന്ത്യം കുറിക്കുന്ന ഒരു തീരുമാനമായിരിക്കും. 2020 രൂപീകരണത്തോടെ പാർട്ടിയിൽ നിന്ന് അകന്നവരെ പൂർണ്ണമായും തിരികെ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസും CPM-ഉം. കഴിഞ്ഞ കുറെ നാളുകളായി നടത്തിയ ആ ശ്രമങ്ങൾക്ക് സാബു എം ജേക്കബിന്റെ NDA സഹകരണം ആക്കം കൂട്ടുകയാണ്. ഏതായാലും 2020 ഭിന്നത കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പോലെ കോൺഗ്രസിനെ കുറെ കൂടി ഗുണം ചെയ്തേക്കുമെന്നാണ് സൂചന. എന്നാൽ ന്യൂനപക്ഷങ്ങളെ പാർട്ടിയോട് അടുപ്പിക്കാൻ പുതിയ നീക്കം ഗുണം ചെയ്യുമെന്ന് BJPയും വിലയിരുത്തുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിന് ജാമ്യം. ദ്വാരപാലക, കട്ടിളപ്പാളി കേസുകളിലാണ് ജാമ്യം ലഭിച്ചത്. പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ കൊല്ലം വിജിലൻസ് കോടതിയാണ് മുരാരി ബാബുവിന് ജാമ്യം നൽകിയത്. അതേസമയം തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് 14 ദിവസം കൂടി നീട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആദ്യമായി ജയിൽ മോചിതനാകുന്ന വ്യക്തിയാണ് മുരാരി ബാബു.
മുൻ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബു ദ്വാരപാലക ശില്പങ്ങളിലെയും ശ്രീകോവിലിന് മുന്നിലെ കട്ടിളപ്പാളിയിലെയും സ്വർണം കവർന്ന കേസുകളിലാണ് ഒക്ടോബർ 21-ന് പിടിയിലാകുന്നത്. 2 കേസുകളിലുമായി മുൻപ് ജാമ്യ ഹർജി നൽകിയിരുന്നെങ്കിലും കൊല്ലം വിജിലൻസ് കോടതി അതൊക്കെ തള്ളിയിരുന്നു. എന്നാൽ അറസ്റ്റ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞിട്ടും പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിലാണ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. റാന്നി കോടതി പരിധിയിൽ പ്രവേശിക്കരുത്, അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം, തെളിവുകൾ നശിപ്പിക്കരുത് തുടങ്ങിയവയാണ് ജാമ്യ വ്യവസ്ഥകൾ. കർശന ഉപാധികളോടുകൂടിയാണ് ഈ ജാമ്യം ഇപ്പോൾ കോടതി അനുവദിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ കഴിയില്ല. കോടതി അത്തരത്തിലുള്ള നിർദ്ദേശം കൂടി തന്നിട്ടുണ്ട്. എങ്കിലും ഈ കേസിൻ്റെ ട്രയലിൽ മുരാരിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം. മീഡിയയോട് മുരാരി ബാബുവിന് സംസാരിക്കാൻ കഴിയില്ല. അത് കോടതി ഒരു കർശന ഉപാധിയായിട്ട് ജാമ്യം നൽകിയപ്പോൾ വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് മറ്റ് കോടതിയിൽ വിചാരണയിലിരിക്കുന്നതായതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ പറയാൻ കഴിയുന്നതല്ല. കേസിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക ദ്വാരപാലക കേസിൽ നേരത്തെ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നുവെങ്കിലും കട്ടിളപ്പാളി കേസിൽ 90 ദിവസം തികയാത്തതിനാൽ ഇപ്പോഴും റിമാൻഡിൽ തുടരുകയാണ്. അതേസമയം മറ്റൊരു പ്രതിയായ തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് കാലാവധി കോടതി 14 ദിവസം കൂടി നീട്ടി. തന്ത്രിയുടെ ജാമ്യാപേക്ഷ കോടതി ജനുവരി 28-ന് പരിഗണിക്കും. അമൃത ന്യൂസ്, കൊല്ലം. ലോകാരോഗ്യ സംഘടനയിൽ നിന്നും അമേരിക്ക ഔദ്യോഗികമായി പിന്മാറി. 1 വർഷം മുമ്പ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. പിന്മാറ്റം അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റും ആരോഗ്യ മനുഷ്യ സേവന വകുപ്പും സ്ഥിരീകരിച്ചു. 2ാം തവണ അധികാരമേറ്റ ശേഷം ആദ്യ ദിവസം തന്നെ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചത് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാനുള്ള ഉത്തരവിലായിരുന്നു. സംഘടന അതിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുവെന്നും ഉത്തരവാദിത്തം, പരിഷ്കരണം, സുതാര്യത എന്നിവയിൽ പരാജയപ്പെട്ടുവെന്നും ആരോപിച്ചായിരുന്നു US ഭരണകൂടത്തിന്റെ പിന്മാറ്റം. കോവിഡ് മഹാമാരി കൈകാര്യം ചെയ്യുന്നതിൽ സംഘടന വരുത്തിയ വീഴ്ചകളെയും ട്രംപ് വിമർശിച്ചിരുന്നു. അന്താരാഷ്ട്ര ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിൽ ലോകാരോഗ്യ സംഘടന കാലതാമസം വരുത്തിയെന്നും ഇത് അമേരിക്കയുടെ താൽപ്പര്യങ്ങളെ ബാധിച്ചുവെന്നും അമേരിക്ക കുറ്റപ്പെടുത്തി. ഈ പിന്മാറ്റത്തോടെ ഐക്യരാഷ്ട്രസഭയുടെ ആരോഗ്യ ഏജൻസിയിൽ US-ന്റെ എല്ലാ പങ്കാളിത്തവും അവസാനിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനത്തും ലോകമെമ്പാടുമുള്ള ഓഫീസുകളിൽ നിന്നും മറ്റ് അനുബന്ധ സംഘടനകളിൽ നിന്നും US ഉദ്യോഗസ്ഥരെ തിരികെ വിളിച്ചു. ലോകാരോഗ്യ സംഘടനയ്ക്ക് വാഗ്ദാനം ചെയ്ത $260 മില്യൺ നൽകാതെയാണ് അമേരിക്കയുടെ പിന്മാറ്റം. ഇത് നിയമപരമായി നൽകാൻ തങ്ങൾ ബാധ്യസ്ഥരല്ലെന്നാണ് US-ന്റെ നിലപാട്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്നത് തങ്ങളാണെന്നും ഭരണകൂടം അവകാശപ്പെട്ടു. ലോകാരോഗ്യ സംഘടനയുടെ നിലനിൽപ്പിനെ തന്നെ ഈ പിന്മാറ്റം ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് വിദഗ്ധർ. പോളിയോ നിർമ്മാർജ്ജനം മുതൽ പുതിയ വൈറസ് ഗവേഷണം വരെയുള്ള വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളെ US-ന്റെ പിന്മാറ്റം തളർത്താൻ സാധ്യതയുണ്ടെന്ന് പലരും അഭിപ്രായപ്പെടുന്നു. അതേസമയം ലോകാരോഗ്യ സംഘടനയുടെ ഭാഗമല്ലെങ്കിലും ആഗോള ആരോഗ്യ മേഖലയിൽ തങ്ങളുടെ ഇടപെടൽ തുടരുമെന്ന് അമേരിക്ക വ്യക്തമാക്കിയിട്ടുണ്ട്. ഫെബ്രുവരിയിൽ നടക്കുന്ന എക്സിക്യൂട്ടീവ് ബോർഡ് യോഗത്തിൽ ലോകാരോഗ്യ സംഘടന അമേരിക്കയുടെ പിന്മാറ്റം വിശദമായി ചർച്ച ചെയ്യും. നിലവിൽ സംഘടനയിലേക്ക് തിരിച്ചു പോകാനോ നിരീക്ഷക പദവി സ്വീകരിക്കാനോ തങ്ങൾക്ക് ഉദ്ദേശമില്ലെന്ന് US വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.